അതുകൊണ്ടാണ് സമസ്ത ഒരു സംഘടനയായി നമ്മൾ കാണരുത്. സമസ്തയെ ഒരു സംഘടനയായി കാണരുത്. ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളീയ സാഹചര്യത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് രജിസ്ട്രേഡ് സംഘടനയായി മാറിയിട്ടുണ്ടാകാം. പക്ഷേ ആകുന്ന കരുതി സമസ്തയെ ഒരു സംഘടനയായി നമുക്ക് കാണാവതല്ല. ഉലമാക്കളുടെ കൂട്ടായ്മ, അള്ളാഹുവിനെ പേടിക്കുന്ന വറഉള്ള പണ്ഡിതന്മാരുടെ കൂട്ടായ്മ, സ്വാത്വികരായ ഉലമാക്കളുടെ നിസ്കാരപ്പായിലുറ്റി വീണ പ്രാർത്ഥനയുടെ കണ്ണുനീരിൽ ഉയരെടുത്ത ഉലമാക്കളുടെ മഹിതമായ ആദർശ പ്രസ്ഥാനം, അള്ളാഹുവിനോട് മനമരുകി ദുആ ചെയ്ത മഹാരഥന്മാരുണ്ടാക്കിയ പ്രസ്ഥാനം, ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനത്തിന് നിലനിർത്തണേ എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ദുആ ചെയ്തത് കൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാണ്, ആഴിക്കലങ്ങി മറിഞ്ഞാലും കൊടുങ്കാറ്റടിച്ചു വീശിയാലും സമസ്തയെല്ലാം ഇതാ പൂപ്പൻ താടി പോലെ പറക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാലും